ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2357. ഇന്ന് ജൂൺ മാസം 14-ാം തീയതി, 165-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു എന്തെങ്കിലും പരിഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ചില നേരത്തെ കുറച്ച് കുസൃതി നിറഞ്ഞ, കുന്നായ്മ നിറഞ്ഞ അന്വേഷണവും ആലോചനയൊക്കെ. നമ്മളെപ്പോലെ കാര്യമായിട്ട് പരിഭവങ്ങൾ പറഞ്ഞിട്ടില്ലായിരിക്കാം. എന്നാലും ഈ ഭൂമിയിൽ ജീവിച്ച ഒരാളെന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ പരിഭവങ്ങൾ കാണാതിരിക്കുമോ? അങ്ങനെ ചില ലക്ഷ്യം വെച്ച് ഉന്നം വെച്ച് സുവിശേഷം വായിക്കുമ്പോൾ എവിടെയൊക്കെയോ തടഞ്ഞു കിട്ടുന്നുണ്ട്. യേശുവിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ്. 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെയാണ്? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? യേശു പറഞ്ഞിട്ടുള്ള വളരെ കുറച്ച് പരിഭവങ്ങളിൽ ഒന്നാണിതെന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് വ്യാഖ്യാനിച്ചു വെക്കാം. മനുഷ്യരുടെ നന്ദിയില്ലായ്മയെ ഓർത്തായിരുന്നു യേശു പോലും ശരിക്കും പരിതപിച്ചതും ഇത്തിരി പരിഭവം പ്രകടിപ്പിച്ചതുമൊക്കെ. സുവിശേഷത്തിലെ ആ സംഭവത്തെക്കുറിച്ച് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാ അർത്ഥത്തിലും സമൂഹത്തിന്റെ വിളിമ്പിലും പുറത്തും മാത്രം ജീവിക്കേണ്ടിയിരുന്ന 10 കുഷ്ഠരോഗികളെ ക്രിസ്തുയേശു സൗഖ്യപ്പെടുത്തുകയാണ്. അവരോട് മടങ്ങിപ്പൊക്കളാണ് പറയുക. യേശുവിന്റെ അരികിൽ വന്ന അവർ സൗഖ്യത്തിനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവരെ യേശു മടക്കി അയക്കുകയാണ്. പോകുന്ന വഴിക്കാണ് അവർക്ക് സൗഖ്യം കിട്ടുന്നത്. അങ്ങനെ സൗഖ്യം കിട്ടിയ 10 പേരില് ഒരാൾ മടങ്ങി വരികയാണ് നന്ദി പറയാനായിട്ട്, വീണ്ടും യേശുവിനെ ഒന്ന് കണ്ടുമുട്ടാനായിട്ട്. യേശുവിന്റെ ചോദ്യം അവനോടായിരുന്നു, ആ സമൂഹത്തോട് മൊത്തമായിരുന്നു, ഇന്ന് നമ്മളോ ഓരോരുത്തരോടുമായിരുന്നു. 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേര് എവിടെയാണ്? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലല്ലോ. നമ്മളുടെ ജീവിതത്തിൽ കുറച്ചും കൂടി നന്ദി പ്രകടിപ്പിക്കാമായിരുന്നു, ദൈവത്തോടും ഒപ്പമുള്ള മനുഷ്യരോടുമൊക്കെ. എല്ലാ അർത്ഥത്തിലും നമ്മളും ഇങ്ങനെ നന്ദികെട്ട മനുഷ്യരായി തരം താന്നുപോയി. ആ കുഷ്ഠരോഗികളെ ഓർത്താല് ഇനി മുതൽ അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ മഹാ അനുഭവത്തിന് ശേഷം ആ അനുഭവത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു അവകാശത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരാൾക്ക് മാത്രമാണ് ഒന്ന് തിരികെ വരണം, സൗഖ്യം നൽകിയവനോട് നന്ദി പറയണമെന്ന് തോന്നിയത്. ദൈവത്തെ ഒന്നുകൂടി ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തണം. ഒന്ന് നമുക്കും തിരിയാൻ കഴിയും ദൈവസന്നിധിയിലേക്ക്, അതും ഹൃദയം നിറഞ്ഞ നന്ദിയോടെ, അതെ, കൃതജ്ഞതയോടുകൂടി ദൈവസന്നിധിയിൽ കണ്ണും പൊട്ടി നമുക്ക് നിൽക്കാനായിട്ട് പഠിക്കാം. ആമേൻ.